ഗസയിലും വെടിനിർത്തൽ. ഇറാനിൽ ഉണ്ടായ പരാജയം ഇസ്രായേലിനെ ബാധിക്കുന്നു. ഇറാനിൽ ഉണ്ടായ പരാജയം അമേരിക്കയെ തിരിച്ചറിവിന് വിധേയമാക്കുന്നു. വർഷങ്ങളായി തുടർന്നു വന്ന ഗസ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേൽ തീരുമാനിച്ചു എന്നല്ല, ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ട്രംപാണ്. ട്രംപ് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം തീക്കളിയാണെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് ആ തീക്കളി അവസാനിപ്പിച്ചു. അതിന് ഇറാൻ സൈന്യത്തിന് കയ്യടി കൊടുക്കണം. കാരണം അമേരിക്കയെ ആക്രമിക്കാൻ പോലും തങ്ങൾ മടിക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഖത്തറിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ പ്രതീകാത്മക ആക്രമണം നടത്തിയ ഇറാൻ, അമേരിക്ക തങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അല്ലെന്ന് തെളിയിച്ചു. അതിനുശേഷമാണ് വെടിനിർത്തലിന് ട്രംപ് തയ്യാറായത്. ഇപ്പോൾ മുഖം മിനുക്കാൻ ട്രംപ് പലതും മേനി പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും, ട്രംപും നെതന്യാഹുവും ഒക്കെ മേനി പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ലോകത്തിൻ്റെ മാധ്യമ കണ്ണുകൾക്ക് അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തുവെന്ന് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇസ്രായേൽ വീണ്ടും ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തുന്ന കാഴ്ച കണ്ടു. അതോടെ ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല, ആണവ നിലയങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇറാൻ തെളിയിക്കുകയും ചെയ്തു. ആണവായുധ പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ടു പോകും. ആണവ നിലയങ്ങൾ പുനഃപ്രവർത്തനം ആരംഭിക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും വിടുവായുത്വം ലോകത്തിന് ബോധ്യമായി. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പേരിൽ അവസാന ഘട്ടത്തിൽ ട്രംപ് ഇസ്രായേലിനെ തള്ളിക്കളയുന്നതും കണ്ടു. ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സ്വന്തമായി അനുഭവിച്ചോളൂ എന്നാണ് ട്രംപ് അവസാന ഘട്ടത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞത്. ഇറാനാകട്ടെ അവസാന മിസൈലും ലക്ഷ്യത്തിൽ എത്തിച്ച ശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചത്. അപ്പോൾ ജയിച്ചതാര്, തോറ്റതാര്? അവസാന മിസൈലും ലക്ഷ്യത്തിൽ എത്തിച്ച ശേഷം ഇറാൻ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. അവർ പറഞ്ഞത് ഒന്ന് മാത്രം: ആദ്യം ആര് വെടിനിർത്തുന്നോ, ആദ്യം ഇസ്രായേൽ വെടിനിർത്തിയാൽ ഞങ്ങളും വെടിനിർത്തും. ഇതാണ് ഇറാൻ പറഞ്ഞ് വെച്ചത്. എന്തായാലും ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു. ഇപ്പോൾ ഗസയിൽ കയറി കുറേ കാലമായി മേയുന്നു ഇസ്രായേൽ. പക്ഷേ ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം ക്രൂരമാണെന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യാവകാശ നിയമങ്ങളും ലംഘിക്കുന്നതാണ്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന ആൾക്കാരെ പോലും കൊന്നു തള്ളുന്ന അവസ്ഥ, അതിഭീകരമായ അവസ്ഥ. അതാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതിന് പിന്നാലെ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചു. അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറി. നടുവൊടിഞ്ഞു കിടക്കുന്നവൻ്റെ നടുവിൽ ചവിട്ടുന്ന അവസ്ഥ. എന്തായാലും ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു.
ഇതോടുകൂടി ഹമാസ് പോരാളികളും ഇറാനൊപ്പം ശ്രദ്ധ ആകർഷിക്കുകയാണ് ലോകത്തിൽ. ഗസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്താൻ ശ്രമം തുടങ്ങിയിട്ട് അധിനിവേശം പൂർണ്ണമായിട്ടില്ല. അധിനിവേശം നടത്താൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഗസയിലെ ഇസ്രായേലിൻ്റെ യുദ്ധം അതിക്രൂരമായ യുദ്ധമായി മാറി. രോഗികളെ, കുഞ്ഞുങ്ങളെ, ഗർഭിണികളെ ഒക്കെ ആക്രമിക്കുന്ന യുദ്ധം. അങ്ങനെയൊരു യുദ്ധമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത്. ആ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഗസയിലെ യുദ്ധവും അവസാനിച്ചാൽ മതിയെന്ന മട്ടിലാണ്. ഇറാനോട് ചോദിച്ച് പണി വാങ്ങി ഇസ്രായേൽ. ഇറാനോട് ചോദിച്ച് തന്നെ പണി വാങ്ങി. ആ പണി 8ൻ്റെ പണിയായി മാറി. ഇസ്രായേലിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു. ടെല്ലവീവ്, ജെറുസലേം, ഹൈഫ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ തകർന്നു. മൊസാദിൻ്റെ ആസ്ഥാനം തകർന്നു. നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതി തകർന്നു. തകർച്ചകളുടെ കഥ മാത്രമേ ഇസ്രായേലിന് പറയാനുള്ളൂ. തിരിച്ച് ഇറാൻ്റെ സൈനിക ശേഷി നശിപ്പിച്ചു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവസാന മിസൈൽ ഇസ്രായേലിൽ പതിച്ചത് ഇസ്രായേലിന് വലിയ ക്ഷീണമായി മാറി. തങ്ങളുടെ അവസാന മിസൈലും ലക്ഷ്യം കണ്ടതിന് ശേഷമാണ് ഇറാൻ പിൻവാങ്ങിയത്. ഇപ്പോൾ ഹമാസിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവരെ തന്നെ ഒരു തിരിച്ചറിവിന് വിധേയമാക്കി മാറ്റിയിരിക്കുന്നു. അവർ തന്നെ, ഇസ്രായേലികൾ തന്നെ പറയുന്നു, ഇസ്രായേലിലെ ജനത പറയുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടി, ഇതൊക്കെ ആർക്ക് വേണ്ടി? നെതന്യാഹുവിനെതിരെ രോഷം കൊടുമ്പിരി കൊള്ളുന്നു. അതിനിടയിലാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കും. ഗസയിലെ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കും. ഇത് ട്രംപ് പറയുമ്പോൾ അത് വെറും വാക്കായി മാറുന്നില്ല. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ച വ്യക്തിയാണ് ട്രംപ്. അതിന് കാരണവുമുണ്ട്. ട്രംപിനറിയാം ഇറാൻ ജനത കീഴടങ്ങില്ല എന്ന്, ഇറാൻ്റെ പോരാളികൾ കീഴടങ്ങില്ല എന്ന്, യുദ്ധം നീണ്ടുപോകുമെന്ന്. ഈ സത്യം തിരിച്ചറിഞ്ഞ ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഗസയിലെ പോരാളികളും കീഴടങ്ങിയില്ല. അവർ കീഴടങ്ങാതെ പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ശ്രദ്ധേയം. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായി മാറും.